Namaskaram. Let's make newspaper reading not just informative but enjoyable too. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് ഓരോ ദിനവും നമ്മളിലേക്ക് നിരവധിയായ വിവരങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ വന്നു നിറയുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളിലേക്ക് എത്തുന്ന വാർത്തകളിൽ എന്തൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം, എന്തിനെയൊക്കെ നമ്മൾ പുറന്തള്ളണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി കുറിച്ചു വെക്കണം എന്നിങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന വാർത്തകളെ എങ്ങനെ തരംതിരിക്കണമെന്നും അതിനോടൊപ്പം തന്നെ പത്രവായന കൊണ്ടുണ്ടാകുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് UPSC സിവിൽ സർവീസ് പരിശീലന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നിരവധി വർഷങ്ങളെ അനുഭവ സമ്പത്തുമുള്ള ശ്രീ അച്യുത് ഗംഗാരൻ സാറാണ്. He is currently serving as a senior faculty in Art and Culture in Fortune IAS Academy. Welcome you, sir, this session. Hello, hi, good morning. ഒപ്പം നമ്മളുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ എല്ലാവരെയും നമ്മുടെ ഈ ഒരു വെബ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചാറ്റ് രൂപത്തിൽ സാറിനോട് ചോദിക്കാവുന്നതാണ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ തന്നെ മറുപടികൾ നൽകുന്നതുമായിരിക്കും. സോ സാർ, നമുക്ക് ആരംഭിക്കാം. Good morning everyone. നമ്മൾ ഇപ്പം സെബിൻ പറഞ്ഞതുപോലെ തന്നെ ഫോർച്യൂൺ IAS അക്കാഡമിയും മനോരമ ഹൊറൈസണും മലയാള മനോരമയും കൂടെ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് ഈ ന്യൂസ് പേപ്പർ റീഡിങ്ങിനെ പറ്റിയിട്ട്. സോ എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത്, എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കുന്നതിനുള്ള ഗുണം എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ചെറിയൊരു സെഷനിൽ നമ്മൾ അങ്ങോട്ട് കൺവേ ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, യെസ്. സോ I hope more and more people are joining in. So let us start. What you need to know about newspaper reading in a competitive examination എന്നുള്ളതായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു PPT ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സ്ലോലി ഞാനൊരു PPT പവർ പോയിന്റ് പ്രസന്റേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. യെസ്, ന്യൂസ് പേപ്പർ റീഡിങ് ഇസ് എൻ ആർട്ട് എന്നുള്ള ടൈറ്റിൽ ആയിരുന്നു മനോരമ ഹൊറൈസണും ഫോർച്യൂൺ IAS അക്കാഡമിയും കൂടെ നടത്തുന്ന ഈ ഒരു ടെസ്റ്റ് സെഷൻ നമ്മൾ കൊടുത്തിരുന്നത്. എന്തിനാണ് റീഡിങ് ഇസ് എൻ ആർട്ട് എന്നൊരു കോൺസെപ്റ്റ് കൊടുത്തതെന്നുള്ളതും ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. യെസ്, alright. So what do you know about newspaper? What do you need to know about newspaper? എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. So generally in every interview sessions, be it any interview, be it a college interview, be it a college admission interview, be it a civil services interview, be it a PSC interview, be it any state interview, there will be a general question when you go to an interview, especially if you're going to a morning session. First, the question will be this on your screen: did you read today's newspaper? ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും? വൈ ഡു പീപ്പിൾ സേ ദാറ്റ് യു ഷുഡ് റീഡ് ടുഡേസ് ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂസ് പേപ്പർ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. UPSC സിവിൽ സർവീസസ് എക്സാമിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. UPSC സിവിൽ സർവീസസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്, we have 3 stages for the examination. 3 stage means first is a prelim stage. If you have listened to or if you have seen the news yesterday, you will get an idea about prelims, because 2021 ഈ വർഷത്തെ prelims എന്ന് പറയുന്നത് നടത്താനിരുന്നത് ജൂൺ 27 ആയിരുന്നു. അത് മാറ്റിവെച്ച് ഒക്ടോബർ 10 മാറ്റിയതായിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട്. സോ UPSC have changed the prelims due to the ongoing coronavirus pandemic. So which gives you the idea about the first stage of the examination. First stage of UPSC examination is called the prelim stage. Second stage is a main stage, which is a written stage. We have to write like we write the university examinations or school examinations. We have to do it. So that is the main stage. And the third and the final stage is the interview stage. Interview stage is a stage when people have face-to-face interview with the people. So what we generally do is, in the entire civil services examination, we study a certain set of materials. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും അല്ലെ, കുറച്ച് ബുക്കൊക്കെ ട്രഡീഷണലി നമ്മൾ പഠിക്കും. പക്ഷെ ഏറ്റവും important, the most important component of the civil services examination or be any competitive examination
is the newspaper. So that is the reason why in all the final stages of the examination, the final stage of the majority of the examinations or any entrance would be an interview. Right? A interview വരുന്ന സ്റ്റേജുകളിലുള്ള സ്ഥലത്ത് they will be asking you, did you read today's newspaper? എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾക്കാണ് ഇതിനകത്ത് എന്താണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. So you know about what is happening around you, what is happening in this world. So what is your opinion on certain things? എന്നുള്ളതൊക്കെ ന്യൂസ് പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയാസ്. സോ സെൽഫായിട്ട് വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് സർട്ടൻ തിങ്സ്. ഇതാണ് ന്യൂസ് പേപ്പർ റീഡിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ പീപ്പിൾ യൂഷ്വലി ആസ്ക് യു, ഡിഡ് യു റീഡ് ടുഡേസ് ന്യൂസ് പേപ്പർ? Yes, for people in Kerala, you definitely know that today we don't have a newspaper because yesterday was a holiday because of the Eid. അല്ലെ? അപ്പം ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും പേപ്പർ വരുന്നതാണ് നമ്മുടെ ഫാമിലികളിലൊക്കെ വീടുകളിലൊക്കെ. സോ എന്താണ് പേപ്പറിലെ ഇമ്പോർട്ടൻസ്? സോ ഇൻ ദ സെക്ഷൻ we are actually going to deal with what is the importance of reading the paper. Similarly, what kind of news you need to read for particularly UPSC civil service examination. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം. We'll see what all points here. People who are in Kerala or people who are in the certain part of India definitely know that. പ്രത്യേകിച്ച് കേരളത്തിൽ ഏതൊരു വില്ലേജിൽ പോയാലും നമുക്കറിയാം, ഏതൊരു ഗ്രാമത്തിലോ ഏതൊരു നഗരത്തിലോ പോയാൽ അറിയാം, ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഹാബിറ്റാണ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് നേരെ പത്രമൊക്കെ വായിച്ചായിരിക്കും യൂഷ്വലി മോർണിംഗ് ഒക്കെ തുടങ്ങുന്നത്, അല്ലെ? രാവിലെയൊക്കെ തുടങ്ങുന്നത്. അപ്പം പത്രം വായിക്കുക എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ പാർട്ടാണ് നമ്മുടെ. നിങ്ങൾക്കത് ആ ഹാബിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കണം. അത് എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് ദ നീഡ് ടു റീഡ് പേപ്പർ, particularly today's youngsters, why they need to read paper എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത്. There are a lot of important factors. എന്തുകൊണ്ട് പേപ്പർ വായിക്കുന്നു? You definitely might know what are the reasons, why do you need to read paper, what is the importance of reading paper എന്നുള്ളതൊക്കെ. പക്ഷേ what we in this session is arranging is that basically എന്ത് ആണ് സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർലി ന്യൂസ് പേപ്പർ വായിക്കുന്നതിനുള്ള ഗുണം എന്താണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, വാട്ട് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓർ വാട്ട് ഇസ് സിഗ്നിഫിക്കൻസ് ഓഫ് റീഡിംഗ് പേപ്പർ. ന്യൂസ് പേപ്പർ റീഡിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ന്യൂസ് പേപ്പർ റീഡിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഐ ക്യാൻ ആക്ച്വലി പോയിന്റ് ഔട്ട് മോർ ദാൻ ദീസ് പോയിന്റ്സ് ഇൻ യുവർ സ്ക്രീൻ റൈറ്റ് നൗ. First and foremost point is the knowledge and the value addition. For example, if you start reading paper, you will definitely know about certain things, അല്ലെ? ഇപ്പൊ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു അറിവുണ്ടാകും. Sometimes you may know about some peripheral knowledge, but reading newspaper or reading to a particular article in a newspaper will give you a value addition to whatever you know. Personality, the second point, very important point. This is what I mentioned in the first slide. എന്താണ് ഇന്റർവ്യൂസിൽ പോകുമ്പോഴേക്കും ന്യൂസ് പേപ്പറിൽ എന്തിനാണ് നമ്മൾ വായിക്കുന്നത് എന്നുള്ളത് ഈ പേഴ്സണാലിറ്റി ആണ് നമുക്ക് അതിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. While reading newspaper, your personality develops because your opinion develops or your opinion creates a different personality in you. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളൊക്കെ മാറി പുതിയ കാഴ്ചപ്പാടുകൾ കിട്ടാൻ, ഏറ്റവും നല്ല ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട്, പുതിയ പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, സോ കുറെ കാര്യങ്ങളെ പറ്റി നമുക്ക് ഒരു ഒപ്പീനിയൻ കിട്ടുകയാണ്, അല്ലെ? ആ ഒപ്പീനിയൻ ഡിഫൈൻസ് ദ പേഴ്സണാലിറ്റി ഇൻ യു. സോ that reflects in interview also. So when a interviewer asks you a question about, do you read today's newspaper, if the person said yes, then the next question would be obviously, what do you think is the important news in today's newspaper എന്നായിരിക്കും അടുത്ത ചോദ്യം വരാൻ പോകുന്നത്. അപ്പം അത് എന്താണ് എന്നുള്ളത്, അപ്പം ടുഡേസ് ന്യൂസ് പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ന്യൂസ് ഏതാണെന്ന് പിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഒരാൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ധാരണയുണ്ടോ, ഈ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്താണ് എന്ന് പിക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളതൊക്കെ പിക്ക് ചെയ്യുന്നതൊക്കെ എന്താണ് ആ ഒരു ഇന്റർവ്യൂ ടെസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, സോ വെൻ യു ഗെറ്റ് പേഴ്സണാലിറ്റി, ലൈക്ക് ഐ സെഡ്, ഡെവലപ്മെന്റ്. Third is a point that we always skip. വേറൊന്നുമല്ല, vocabulary as well as reading speed. So you definitely might know that നമുക്ക് എല്ലാ എക്സാമിനേഷൻസിലും English is a part of an examination എന്ന് പറയുന്നത്, അല്ലെ? Either you have to have an English paper or an English test,
അല്ലെ? പുറത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്റ് എഴുതാനാണെങ്കിലോ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണെങ്കിലോ വി വിൽ ഹാവ് ആൻ ഇംഗ്ലീഷ് പേപ്പർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. സിവിൽ സർവീസ് എക്സാമിനേഷനും ഉണ്ട്. ബട്ട് വളരെ ഡീപ്പായിട്ടൊന്നുമില്ല. സിവിൽ സർവീസ് എക്സാമിനേഷൻ ഓൾസോ ഹാവ് എ പേപ്പർ കോൾഡ് ഇൻ പ്രിലിംസ് ദർ ഇസ് എ പേപ്പർ കോൾഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ നമ്പർ 2. അതിനകത്ത് ഒരു സെഷൻ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിന്റെ പാരഗ്രാഫ്സും കോംപ്രിഹെൻഷനും ഒക്കെ തന്നിട്ട് അതിനകത്തെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനും അല്ലെ അത് സെന്റൻസിലെ തെറ്റുകൾ കണ്ടുപിടിക്കാനും ഒക്കെ ചോദിക്കുന്നുണ്ട്. സിമിലർലി ഇൻ ദ മെയിൻസ് ഓൾസോ ദർ ഇസ് വൺ പേപ്പർ എവ്രി വൺ റൈറ്റ്സ്. ഇറ്റ് ഇസ് എ പേപ്പർ ഓൺ ഇംഗ്ലീഷ്. പക്ഷെ അതിനൊക്കെ ഒരു മിനിമം മാർക്ക് കിട്ടിയാൽ മതി. പക്ഷെ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. സോ റീഡിംഗ് പേപ്പർ ആക്ച്വലി ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് സിവിൽ സർവീസ് ഫീൽഡിലേക്കൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുമ്പോഴേക്കും വരുന്ന പ്രൈമറി ഡൗട്ടാണ്, എനിക്ക് ഇംഗ്ലീഷ് വലിയ ധാരണയില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി. ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ പെർട്ടിക്കുലർ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണ്, വേറെ കോഴ്സുകളോ വേറെ ആഡ് ഓൺ കോഴ്സുകളോ ഒന്നും നിങ്ങൾ എടുക്കണമല്ല. പേപ്പർ വായിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും, നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ കൂടും, റീഡിങ് സ്പീഡ് നിങ്ങൾക്ക് കൂടും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഒരു എക്സാമിനേഷന് വേണ്ടി മാത്രം പറയുന്ന കാര്യമല്ല. എല്ലാ എക്സാമിനേഷനെ പറ്റി നിങ്ങൾ ആലോചിച്ച് മതി. നിങ്ങൾ റെഗുലർലി ഒരു പുസ്തകം വായിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പേപ്പർ വായിക്കുന്നതോ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എക്സാമിനേഷൻ ദിവസത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള സ്പീഡും കൂടുതലായിരിക്കും. ഒട്ടും പേപ്പർ വായിക്കാത്ത ഒരാൾ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലും പ്രോപ്പർലി വായിക്കാത്ത ഒരാൾക്ക് റീഡിംഗ് സ്പീഡ് വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. റെഗുലർലി ഒരു പേപ്പർ ഫോളോ ചെയ്യുന്നവരോ ഒരു ബുക്ക് ഫോളോ ചെയ്യുന്നവരോ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രോപ്പർലി വായിക്കുന്ന ആൾക്കാരോ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ആ റീഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. എക്സാമിനേഷന് നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു ഫാക്ടർ എപ്പോഴും എല്ലാവർക്കും വരുന്നതാണ്. മെജോറിറ്റി വിൽ സേ, പെർട്ടിക്കുലർലി ഇൻ UPSC എക്സാമിനേഷൻസ് ഓൾസോ, സിവിൽ സർവീസ് എക്സാമിനേഷൻ ഓൾസോ, മെജോറിറ്റി പറയും എന്താണ്, സമയം തികഞ്ഞില്ല. സമയം തികയാത്തതിന്റെ ഒരു ഫാക്ടർ എന്താണ്, യു ആർ സ്ലോ ഇൻ റീഡിംഗ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ പ്രോപ്പർ റീഡിംഗ് സ്പീഡ്. ആൾക്കാരെല്ലാവരും ഷോർട്ട് കട്ട്സിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും അല്ലെ. പീപ്പിൾ ജനറലി ടെൻഡ് ടു ഡു ഷോർട്ട് കട്ട്സ് വൈൽ ഇൻസ്റ്റെഡ് ഓഫ് റീഡിംഗ് പേപ്പർ ഓർ ഇൻസ്റ്റെഡ് ഓഫ് റീഡിംഗ് എ നോവൽ അല്ലെ. സമ്മറി ഓഫ് ദ നോവൽ കിട്ടും അല്ലെ, സമ്മറി ഓഫ് ദ ന്യൂസ് അല്ലെ. ഇപ്പം മൊബൈലൊക്കെ ഉള്ളത് കാരണം എല്ലാവർക്കും കുറെ എന്താണ് ആപ്പുകളുണ്ട്. അതിൽ ആപ്സിനകത്തൊക്കെ നിങ്ങളുടെ ആർട്ടിക്കിൾസിനെ പറ്റിയിട്ടുള്ള സമ്മറീസ് തരും. അതേപോലെ തന്നെ വീഡിയോസ് ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് യൂട്യൂബേഴ്സ് ഹു ഹാവ് ഡൺ വീഡിയോസ് ഓൺ പേപ്പേഴ്സ് അല്ലെ, ന്യൂസ് പേപ്പേഴ്സിനെ പറ്റിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ലിസ്ണിംഗ് സ്കിൽസ് ബട്ട് നോട്ട് ദ റീഡിംഗ് സ്കിൽസ് അല്ലെ. അപ്പൊ റീഡിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂട്ടേണ്ട ഒരു ഫാക്ടറാണ്. അപ്പം ഈ റീഡിംഗ് സ്പീഡിനെ പറ്റി നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മൾ ആ റെഗുലർലി വായിച്ചു പോകുമ്പോഴേക്കും ഇറ്റ് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട്സ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ അല്ലെ. ക്വസ്റ്റ്യൻ വായിക്കുന്നത്, അത് റീകളക്ട് ചെയ്യുന്ന സ്പീഡ്, ഇതെല്ലാം എന്താണ് ആ ഒരു വായനയിൽ കൂടെ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റിയാണ് വിച്ച് വി ഡോണ്ട് സീ ബട്ട് വി വിൽ ഫീൽ ഇൻ ദി എക്സാമിനേഷൻ. എഴുതി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് ആർക്കും എക്സാമിനേഷൻ അധികം സ്പീഡ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ റീഡിംഗ് സ്പീഡ് ഇസ് പ്രിറ്റി ലോ കമ്പയർഡ് ടു യുവർ സെൽഫ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. സോ തേർഡ് പോയിന്റ് ഇസ് വൊക്കാബുലറി ആൻഡ് റീഡിംഗ് സ്പീഡ്. ഫോർത്ത് ഇസ് ദ കോൺഫിഡൻസ്. ജനറലി ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്, ഫാമിലി ഫ്രണ്ട്സുമായിട്ട്, റിലേറ്റീവ്സുമായിട്ട്, പേരൻസുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൽ നിങ്ങൾക്ക് പറയാനുള്ള, നിങ്ങളുടെ ആംഗിൾ പറയാനുള്ള പോയിന്റ്സുകൾ എവിടെ നിന്ന് കിട്ടും? അത് കിട്ടുന്നത് നമുക്ക് എന്താണ് ഈ പറഞ്ഞ പേപ്പർ വായിക്കുമ്പോഴാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടുന്ന കോൺഫിഡൻസ്. സോ ഇറ്റ് ഇംപ്രൂവ്സ് യുവർ കോൺഫിഡൻസ് ആസ് എ പേഴ്സൺ. എങ്ങനെ? യു സ്പീക്ക് മോർ ബിക്കോസ് യു ലേൺ ആൻഡ് നോ മോർ അബൌട്ട് എ പെർട്ടിക്കുലർ ടോപ്പിക് ഫ്രം ദ ന്യൂസ് പേപ്പർ. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഇപ്പം എല്ലാവരും 2-3 ദിവസത്തെ പേപ്പർ എങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യൂസ് എങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, there's a big ongoing clash in the Middle East regarding Israel and Palestine അല്ലെ. ഇസ്രായേൽ പാലസ്റ്റീൻ്റെ റിഗാർഡിംഗ് വലിയ ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പം ബേസിക്കലി കുറെ പേര് പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, കുറെ പേര് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എന്താണ് കേരളത്തിൽ നിന്നുള്ളൊരു അല്ലെ ഒരു യങ് ലേഡി അവർക്ക് എന്താണ് അവർ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പം നമുക്ക് അതുപോലെ അസോസിയേറ്റ് കുറെ ഫാക്ടേഴ്സ് നമുക്ക് പേപ്പറിൽ നിന്ന് കിട്ടും. എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ജെറുസലേം? വാട്ട് ഈസ് എ റിയൽ പ്രോബ്ലം ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് പാലസ്റ്റീൻ? ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷനെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇത് ആരോടെങ്കിലും സംസാരിക്കുകയാണ്, ഒരു ഡിസ്കഷൻ നടത്തുകയാണ്, ഒരു ഡിബേറ്റ് നടത്തുകയാണ് അല്ലെ. ഇറ്റ് ഇംപ്രൂവ് യുവർ പേഴ്സണാലിറ്റി ബിക്കോസ്
because it increases your confidence and it increases your overall idea or points with a particular topic. അതുകൊണ്ട് ഏത് ടോപ്പിക്, ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ, ഏത് ടോപ്പിക്കും ആകും. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് ലാംഗ്വേജ്. ഒരു ഡൗട്ടും വേണ്ട, ഇംഗ്ലീഷ് എന്നല്ല, if you read even a Malayalam daily newspaper or even a Hindi, even a Tamil daily or anything, it improves the language in which you are reading. So if you are reading an English paper, definitely school time or even college time, like school time, like mid primary schools, അതിനുശേഷം secondary schools വരുമ്പോഴേക്കും യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത്. എന്തിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇറ്റ് ഇംപ്രൂവ്സ് ജസ്റ്റ് ലൈക്ക് ഐ സെഡ്, like it improves the vocabulary and the reading speed, it improves your language, the use of certain terms. ചില ടേംസ് ഒക്കെ എങ്ങനെയാണ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ എന്താണ് ഡെഫിനറ്റ്ലി നമുക്ക് അറിയാൻ പറ്റും, അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നിപ്പോ ഒരു പേപ്പർ വായിക്കുവാണെങ്കിൽ പല ടേം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ നാളെ ആ ടേം എന്താണെന്ന് പഠിച്ച് യു വിൽ യൂസ് ദാറ്റ് പെർട്ടിക്കുലർ ടേം എന്നുള്ളത്, അല്ലെ? ഇപ്പൊ യൂസ് ഓഫ് ന്യൂ ടേംസ്, യൂസ് ഓഫ് ന്യൂ ഐഡിയാസ്, ഇതെല്ലാം എന്താണ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്നതാണ്. ബീറ്റ് എനി പേപ്പർ. ഞാൻ എന്താ പറയുക, ഇംഗ്ലീഷ് മാത്രമാണ് ഒരു നിർബന്ധമില്ല. വൈ വി സ്ട്രെസ് ഓൺ റീഡിങ് ഇംഗ്ലീഷ് ഇൻ ദി സ്കൂൾ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ടങ് അല്ലാതെ തന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് പഠിക്കുന്നത് ഇംഗ്ലീഷ് ആണ്, അല്ലെ? അപ്പൊ അതാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കാര്യം. ഡെഫിനറ്റ്ലി യു മൈറ്റ് ഓൾസോ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമുക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നതാണ്, ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ വെട്ടി പേസ്റ്റ് ചെയ്ത് വെക്കണം ന്യൂസ് പേപ്പറിനകത്ത്, എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിന്റെ ഒരു തന്നിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞാൽ സമ്മറൈസ് ചെയ്ത് എഴുതണം. ഇതൊക്കെ ഇന്നും സ്കൂൾ ലെവലും കോളേജ് ലെവലിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ബേസിക്കലി ഇറ്റ് ഇംപ്രൂവ്സ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇറ്റ് എൻഹാൻസസ് ദ മെമ്മറി. യെസ്, വെൻ യു റീഡ് എ ന്യൂസ് പേപ്പർ റാദർ ദാൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് നോക്കി ഒരു കാര്യം കാണുന്നതും നിങ്ങൾ കഷ്ടപ്പെട്ട് ന്യൂസ് പേപ്പർ തുറന്ന് ആ ഒരു ആർട്ടിക്കിൾ ഫുള്ള് വായിക്കുന്നതും തമ്മിൽ റീകളക്ടിങ് മെമ്മറിയിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മെമ്മറി കൂടുതലായിരിക്കും, അതായത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. സോ റീഡിങ് ന്യൂസ് പേപ്പർ definitely increases or improves your memory rather than looking at the phone, അല്ലെ? നമ്മുടെ ഫോൺ നോക്കി പല കാര്യങ്ങളും ചെയ്യുന്നതിനെക്കാട്ടിയും ഡെഫിനറ്റ്ലി നമ്മളൊരു എഫേർട്ട് ഇട്ട് ഒരു പേപ്പർ, ഒരു ആർട്ടിക്കിൾ, ഒരു വലിയ ആർട്ടിക്കിൾ വായിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതും യൂഷ്വലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇൻഡയറക്ട്ലി ഇറ്റ് ഓൾസോ ഇൻക്രീസസ് റൈറ്റിംഗ് സ്കിൽസ്. ദർ ആർ കപ്പിൾ ഓഫ് പീപ്പിൾ ഹു തിങ്ക് ദാറ്റ്, അല്ലെ, നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു കഴിയുമ്പോഴേക്കും വി കൻ ഓൾസോ റൈറ്റ്, ബിക്കോസ് ദർ ആർ സർട്ടൻ പീപ്പിൾ ഹു നോട്ട് ഡൗൺ പോയിന്റ് ഫ്രം ദി ആർട്ടിക്കിൾസ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്താണ്, they will note down certain points about a certain things, so slowly they will improve their writing skills. ഇപ്പം UPSC പ്രിപ്പയർ ചെയ്യുന്ന സിവിൽ സർവീസസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു മൈറ്റ് നോ ദാറ്റ് ഇപ്പം ഈ വർഷം എക്സാമിനേഷൻ എഴുതാൻ പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഈ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മൾ നോട്ട്സ് ന്യൂസ് പേപ്പറിൽ നിന്ന് അവരോട് എന്താണ് നിങ്ങൾ അറിയാവുന്ന പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനൊക്കെ പറയാറുണ്ട്. കാരണം അത് നിങ്ങളുടെ പിൽക്കാലത്ത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് പേപ്പർ വായിക്കാൻ പോകുന്ന ഒരാളോട് നമ്മൾ ഒരിക്കലും പറയില്ല, അല്ലെങ്കിൽ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുങ്ങളോട് ഞങ്ങൾ ഒരിക്കലും പറയില്ല നിങ്ങൾ പേപ്പറിൽ നിന്ന് നോട്ട് എഴുതി വെക്കണം എന്നൊന്നും പറയില്ല. ജസ്റ്റ് റീഡ്, എൻജോയ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അത് ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസും ആണ്, ബിക്കോസ് യു നോ ദാറ്റ് ദിസ് ഇസ് എൻ ഇറ ഓഫ് സോഷ്യൽ മീഡിയ, അല്ലെ? അപ്പം സോഷ്യൽ മീഡിയ ഉള്ളൊരു സമയത്ത് ഏറ്റവും അധികം കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള കുറച്ച് സോഷ്യൽ മീഡിയ അയക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്. ഇതെല്ലാത്തിൽ നിന്നും നമുക്ക് ന്യൂസ് കിട്ടും, അല്ലെ? ഫേസ്ബുക്കിൽ നിന്ന് ന്യൂസ് നമ്മൾ കാണാറുണ്ട്, വീഡിയോ നമ്മൾ കാണാറുണ്ട്. ട്വിറ്റർ ഇസ് എ ബിഗ് സോഴ്സ് ഓഫ് ന്യൂസ്. ഇൻസ്റ്റാഗ്രാം ഇസ് ഓൾസോ എ സോഴ്സ് ഓഫ് ന്യൂസ്. യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്, ചാനലിന്റെ ആയാലും എല്ലാവരുടെ ആയാലും. വാട്സാപ്പിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ഫോർവേഡുകളും കിട്ടുന്നുണ്ട്, അല്ലെ? അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ആലോചിക്കുന്നു ഈ മെനക്കെട്ട ന്യൂസ് പേപ്പർ എന്തിനാ വായിക്കുന്നത്? കാരണം നമുക്ക് ന്യൂസുകളെല്ലാം നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ആ ഫോൺ അങ്ങ് യൂഷ്വലി എടുക്കുന്ന പോലെ അങ്ങ് യൂസ് ചെയ്ത് നോക്കിയാൽ പോരെ എന്നുള്ള ചോദ്യം ഭയങ്കര കോമൺ ആയിരിക്കും. So what is the problem with social media and newspaper? Instead of reading newspaper, if you depend only on social media, there are a lot of problems, and there is an advantage. Definitely,
വാട്ട് ഇസ് എൻ അഡ്വാൻറ്റേജ്? യെസ്, കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഫേക്ക് ന്യൂസ്. അതെ, ഫേക്ക് ന്യൂസ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം അല്ലെ. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഫേക്ക് ന്യൂസിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് വലിയ പ്രോബ്ലം എന്നുള്ളതാണ്. സോ ഇപ്പം അഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജ് എന്താ ചോദിച്ചാൽ, ഇത് റീസെന്റ് ഉണ്ടായിരുന്ന ഒരു സർവേയിൽ പറഞ്ഞൊരു കാര്യമാണ്. 70% ആൾക്കാർ മൊബൈലിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന 70% ഓഫ് പീപ്പിൾ റീഡ് ബ്രേക്കിംഗ് ന്യൂസസ് ഇൻ ദർ മൊബൈൽ ഫോൺ ഇറ്റ്സെൽഫ്. ഡെഫിനറ്റ്ലി ഉറപ്പാണ് അല്ലെ. കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന 90% ഓഫ് ദ പീപ്പിൾ ഇൻക്ലൂഡിങ് മൈസെൽഫ്, വി ഓൾ ആക്ച്വലി read on എന്താണ് ബ്രേക്കിംഗ് ന്യൂസ് ഓൺ ദി മൊബൈൽ ഫോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ദി ന്യൂസ് പേപ്പർ. പക്ഷേ വാട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം? ലേറ്റസ്റ്റ് ന്യൂസ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ നമുക്ക് സോഷ്യൽ മീഡിയ കിട്ടും. പക്ഷെ എന്താണ് ഈ ലേറ്റസ്റ്റ് ന്യൂസ് എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല അല്ലെ. ഈ ലേറ്റസ്റ്റ് ന്യൂസ് പുള്ളി ചെയ്യുന്ന അല്ലെങ്കിൽ പുഷ് ചെയ്യുന്ന തിരക്കില് ആൾക്കാർ എന്താ ചെയ്യാൻ പോകുന്നത്? ദേ വിൽ ജസ്റ്റ് പോയിന്റ് ഔട്ട് കിട്ടാത്ത സോഴ്സിൽ നിന്ന്, എന്നാൽ ആദ്യം ഞാൻ തന്നെ ഇത് പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഏതെങ്കിലും ഒരു ചാനൽ ആവട്ടെ, ഏതെങ്കിലും ഒരു മീഡിയ ഹൗസ് ആകട്ടെ, അവരെന്താ ആദ്യം ചെയ്യാൻ പോകുന്നത്? ഒരു പേഴ്സൺ ആവട്ടെ, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആവട്ടെ, എന്നാൽ ഈ ന്യൂസ് ഞാനായിരിക്കും ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് എന്നുള്ള തോന്നല്, ഞാനായിരിക്കും ആദ്യം ലോകത്തിനെ അറിയിക്കാൻ പോകുന്നത് എന്നുള്ള പേരിൽ ദേ വിൽ ഡെഫിനറ്റ്ലി ഗോ ടു what happened, they will definitely go to their own social media page and post it. പക്ഷെ അത് ഒറിജിനൽ ആണോ സത്യമാണോ എന്നുള്ളത് നോക്കാനുള്ള ഒരു മിനിമം ഇതുപോലും അവർ കാണിച്ചു എന്ന് വരില്ല അല്ലെ. രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം എന്താണ്? സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ ആണ് അല്ലെ. നമ്മൾ യൂഷ്വലി നിങ്ങളുടെ മൊബൈലിൽ ഇപ്പൊ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്ന മിക്ക ആൾക്കാരുടെ മൊബൈൽ ഫോണുകളിൽ 1 മണിക്കൂറിൽ നിങ്ങൾ എത്ര നേരം മൊബൈൽ യൂസ് ചെയ്തു എന്നുള്ള ഡേറ്റയും കൂടെ നിങ്ങൾക്ക് കാണും. നിങ്ങൾ നോക്കിയാൽ മതി എത്ര മണിക്കൂറുകൾ നമ്മൾ യൂഷ്വലി എന്താണ് നമ്മുടെ മൊബൈൽ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇപ്പം പെർട്ടിക്കുലർലി ഇപ്പൊ ലോക്ക്ഡൌൺ സിറ്റുവേഷൻ ആണ്. ത്രൂ ഔട്ട് മെജോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഇസ് ഇൻ എ ലോക്ക്ഡൌൺ മൂഡ് അല്ലെ. സോ പീപ്പിൾ മേ പ്രോബബ്ലി യൂസ് മൊബൈൽ ഫോൺസ് ഫോർ ഒരു എക്സ്ട്രാ 1 hour എങ്കിലും മിനിമം. സാധാരണ ഒരു നോർമൽ ദിനത്തിനെക്കാട്ടും കൂടുതൽ ഒരു 1 മണിക്കൂർ എങ്കിലും എക്സ്ട്രാ ആൾക്കാർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? നമ്മളിപ്പോ കഷ്ടപ്പെട്ട് ന്യൂസ് വായിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്കിൽ വന്നൊരു വാർത്ത കണ്ട് നമ്മൾ ലിങ്ക് കയറി വാർത്ത വായിക്കുകയാണ്. അപ്പൊ അതാ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു അല്ലെ. പകുതി നമ്മൾ അവിടെ ഇടും, എന്നിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് പോകും അല്ലെ. there is absolutely no continuity in if you try to read newspaper in social media or you try to read news in the social media. guaranteed അല്ല, പക്ഷെ അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ, ഇല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല. ഐ എം സെയിങ് ദ കേസ് ഓഫ് മെജോറിറ്റി. അപ്പൊ ഫേക്ക് ന്യൂസ് ആണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് ഇരിക്കുന്നത്. ഫേക്ക് ന്യൂസിന്റെ പ്രൈമറി എക്സാമ്പിൾസ് നമുക്കറിയാം അല്ലെ. പ്രൈമറി എക്സാമ്പിൾ നമ്മുടെ ഈ കൊറോണ വന്ന സമയത്ത്, പാൻഡമിക് വന്ന സമയത്ത് നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും അല്ലെ. മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഐ സ്റ്റിൽ റിമെമ്പർ last year March 2020 when pandemic started going up, ഒരു വലിയൊരു വാർത്തയായിരുന്നു. എന്താണ്? ആരും ഒന്നും പേടിക്കണ്ട അല്ലെ, സൂര്യപ്രകാശം വരുമ്പോഴേക്കും ഇതെല്ലാം ചത്തുപൊക്കോളും. സോ വെയിലടിച്ചാൽ മതി, ചൂട് കൂടിയാൽ മതി അല്ലെ, ഇത് ഇന്ന് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ചൂട് കാലം കഴിഞ്ഞു, മഴക്കാലം കഴിഞ്ഞു, വിന്റർ കഴിഞ്ഞു, സ്പ്രിംഗ് കഴിഞ്ഞു, അടുത്ത മഴ സമ്മർ എത്തി അല്ലെ. എവിടെയെങ്കിലും പോയോ? എവിടെയും പോയിട്ടില്ല ആശാൻ. കൊറോണ വൈറസ് ഇവിടെ തന്നെ കറങ്ങി നടപ്പുണ്ട്. ദിസ് വാസ് എ ഫേക്ക് ന്യൂസ്. എത്ര പേര് വിശ്വസിച്ചെന്നറിയാവോ അല്ലെ. സൺലൈറ്റിൽ അല്ലെ, നമ്മൾ വെളിച്ചത്ത് റൂമിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പോയി സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ കൊറോണ വൈറസിനെ പറ്റി പറയുന്നത്. WHO വരെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് അല്ലെ. അപ്പം നമുക്കറിയില്ല, മെജോറിറ്റി ആൾക്കാരും ഇത് വിശ്വസിച്ച കുറെ ഒരു സെക്ട് ഓഫ് ആൾക്കാരുണ്ട്. നമ്മൾ ചില ആൾക്കാർ ഇത് കേട്ടിട്ടേ ഉണ്ടാവില്ല. പക്ഷെ ദിസ് വാസ് എ fact that this was a thing that believed by a lot of people across the country, not only in Kerala, across the country a lot of people believe. അതേപോലെ തന്നെ ഒത്തിരി അധികം വാട്സ്ആപ്പ് ഫോർവേഡേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലെ. വാട്സ്ആപ്പ് there are people who read or believe in WhatsApp forwards. വാട്സാപ്പിൽ കിട്ടുന്ന ഫോർവേഡ്സ് അതേപോലെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇഫ് യു ഹാവ് എവർ ഫോർവേഡഡ് എ മെസ്സേജ് ഇൻ വാട്സ്ആപ്പ്, നിങ്ങൾക്ക് പറയും വാട്സാപ്പിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് they have introduced a new idea. ഒരു വർഷം 2 വർഷമായിട്ട് they have introduced a new idea called ഫോർവേഡിന്റെ എണ്ണം ലിമിറ്റ് ചെയ്യും. ആ ഫോർവേഡിന്റെ എണ്ണം ലിമിറ്റ് ചെയ്തതിന്റെ എന്തിനാണെന്ന് ചോദിച്ചാൽ വാട്സാപ്പിന്റെ ഫേക്ക് ന്യൂസ് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മെഷറുകളിൽ ഒന്ന് മാത്രമാണ് എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഫോർവേഡ്സിന്റെ നമ്പർ കുറയ്ക്കുക. വാട്സാപ്പ് ഫോർവേഡിങ് ഇസ് ഓൾസോ. സോ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഈസ് ഹാപ്പനിങ്
happening across the social media, particularly fake news. ഇതൊക്കെ വളരെ ചെറുത് വാട്സ്ആപ്പ് ഫോർവേഡ് വഴി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. വി യൂസ് ടു കോൾ ഇറ്റ് ആസ് എ ടേം ആസ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി, അല്ലെ? വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ പേര് നമ്മൾ വിളിക്കാറുണ്ട്. ബിക്കോസ് വാട്സ്ആപ്പിൽ വരുന്ന വാർത്തകൾ നമുക്ക് അതേപോലെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം there are a lot of people who believe in certain news which are actually fake. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പൊ ഇതിനൊരു പ്രൈമറി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യയില് 2013 മുസഫർ നഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് UP-യിൽ. ആ UP-യിലെ മുസഫർ നഗറിൽ 2013 2 വാട്സ്ആപ്പ് ഫോർവേഡ് കാരണം ഒരു കമ്മ്യൂണൽ റൈറ്റ് വരെ നടന്നു. ആ കമ്മ്യൂണൽ റൈറ്റില് 30 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും വാട്സ്ആപ്പ് ഫോർവേഡ് ഒക്കെ ചുമ്മാതല്ലേ, ആരാ ഇത് വിശ്വസിക്കാൻ പോകുന്നത് എന്നുള്ളത്, വാട്സ്ആപ്പ് ഫോർവേഡ് കൊണ്ടൊക്കെ എന്തുണ്ടാകാം എന്നൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരും. ബട്ട് this is a reality. Back in 2013, in Muzaffarnagar district of the UP, a communal clash happened because of the misinformation or fake news. 30 people were reported dead. So that is a big incident. കാരണം ഫേക്ക് ന്യൂസ് എന്താണ് ഫേക്ക് ന്യൂസ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഐഡിയ ഇല്ലാത്ത ആണ് ഏറ്റവും വലിയ പ്രോബ്ലം. ആൾക്കാർക്ക് അറിയില്ല. ബിക്കോസ് നമുക്ക് ഓരോ സ്ഥലത്തും പോയി ഇത് ഫേക്ക് ന്യൂസ് അല്ല എന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നം. സോ particularly when you should not rely on social media news only. കാരണം സോഷ്യൽ മീഡിയ ന്യൂസ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് സത്യം ഏതാണ്, ഫേക്ക് ന്യൂസ് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ ഒരു സമയത്താണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ അറിയുന്നത്. ഈവൻ ഇൻ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ഈവൻ ഇൻ മലയാളം ന്യൂസ് പേപ്പേഴ്സ്, ഇവരെല്ലാം നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആണ് തരുന്നത്. അപ്പൊ റെപ്യൂട്ടഡ് ന്യൂസ് പേപ്പേഴ്സിൽ യു കനോട്ട് പ്രിന്റ് ഓൺ എ ബിഗ് ബേസിസ് ഓഫ് ഫേക്ക് ന്യൂസ്, ബിക്കോസ് അത് ഒരു വലിയ സെറ്റ് ഓഫ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഇതാണ്. സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഏത് റീജിയണൽ ന്യൂസ് പേപ്പർ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, യു കെൻ ഫോളോ ദാറ്റ് പർട്ടിക്കുലർ ന്യൂസ് പേപ്പേഴ്സ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു പീപ്പിൾ ഫോളോ ഗുഡ് ന്യൂസ് പേപ്പർ എന്നുള്ളത് അത് ഓർത്തിരിക്കുക. ആൻഡ് ഈ പാൻഡമിക്കിന്റെ സമയത്ത് വളരെയധികം പേര് കേട്ടൊരു വേർഡാണ് ഇൻഫോഡെമിക് എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കോയിൻ ചെയ്ത ഒരു ടേം ആണ് എന്താണ് ഇൻഫോഡെമിക് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് മൈ വോയിസ് ഇസ് ക്ലിയർ. കപ്പിൾ ഓഫ് പീപ്പിൾ സേയിങ് വോയിസ് എന്ന് കുഴപ്പമുണ്ടോ? യെസ്, ഇറ്റ്സ് ഫൈൻ അല്ലെ? ഇൻഫോഡെമിക് എന്ന് പറയുന്ന വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ അല്ലെ. പാൻഡമിക് എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇൻഫോഡെമിക് എന്താണ്? ഇൻഫോഡെമിക് ഇതേപോലെ എന്താണ് ഇൻഫർമേഷൻ, ഫാൾസ് ഇൻഫർമേഷൻ കാരണമുള്ള ഒരു അതിപ്രസരം എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഫാൾസ് ഇൻഫർമേഷൻ ഏതാണ്, ശരിയായ ഇൻഫർമേഷൻ ഏതാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് വോയിസ്, ദർ ഇസ് ലോട്ട് ഓഫ് നോയ്സസ് അറൌണ്ട് ഡിഫറെന്റ് ന്യൂസ്. അപ്പം അതിൽ ഏറ്റവും വലിയ പോയിന്റ് ആണ് നമുക്ക് ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് കൊറോണ വൈറസിനെ പറ്റി പറയാൻ പറ്റുന്നത്. യെസ്, ദർ ആർ ലോട്ട് ഓഫ് ന്യൂസ്. ഡെഫിനറ്റ്ലി കുറെ എക്സാമ്പിൾസ് ഉണ്ട് എന്താണ് ഈ ഒരു വൈറസിനെ നമുക്ക് വൈറസിനെ ഓവർകം ചെയ്യാനുള്ള പ്രോബ്ലംസ് എന്നുള്ളത്. സോ ഇൻഫോഡെമിക് ഇസ് ജസ്റ്റ് is a coin, it's a term coined and used by the WHO. For what? There are where we have a lot of fake news around you, fake information around you. So you will be in a situation where you're not sure whether which is the right news or which is the fake news. That is similar to what is happening at pandemic. അല്ലെ? ഇപ്പൊ ഇൻഫോഡെമിക് ഇതേപോലെയാണ്. ഫേക്ക് ന്യൂസ് ആണോ ഒറിജിനൽ ന്യൂസ് ആണോ എന്നൊരു ഐഡിയ പോലും ഇല്ല. The people will be confused regarding what is infodemic. But this is the stage of infodemic, definitely, because social media gives you empty number of information അല്ലെ. ഇഷ്ടം പോലെ ഇൻഫർമേഷൻ ആണ്. അതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്കറിയുന്നത്. അപ്പം in order to choose the right, in order to not to choose the wrong, it is a task, it is a difficult process. അത് ഇപ്പം വളരെ യങ് ആയിട്ടുള്ള സ്റ്റുഡൻസും ചിൽഡ്രൻ ഉണ്ടെങ്കിൽ പാരന്റ്സ് ഹാവ് ടു ഡു ഇറ്റ്. പാരന്റ്സ് ഹാവ് ടു ഐഡന്റിഫൈ. വളരെ മുതിർന്നവർക്കും തെറ്റുകൾ പറ്റാം. കാരണം ഈ ഒരു സിറ്റുവേഷൻ യു ഹാവ് നോ ഐഡിയ വിച്ച് ഇസ് ദ കറക്റ്റ് ന്യൂസ് എന്നുള്ളത് അല്ലെ. അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ വാർത്തയും ഓരോ പോസ്റ്റും അത് വാലിഡ് ആണോ എന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് ഒന്ന് വായിച്ചിട്ട് നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ടേ ശരിക്കും ചെയ്യാവുള്ളൂ. അങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ എന്താണ്
ആ ഒരു പ്രോസസ്സ് കറക്റ്റ് ആവും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഇൻഫോഡെമിക് ഇസ് എ ബിഗ് പ്രോബ്ലം. വി ഹാവ് ടു സോൾവ് അബൌട്ട് ഇറ്റ്. WHO is also I got idea about how to tackle such infodemic എന്നുള്ള കാര്യങ്ങളൊക്കെ. ഫേക്ക് ന്യൂസ് ഒക്കെ എങ്ങനെ ചെയ്യാം? വായിക്കുക, നിങ്ങൾക്ക് വായിക്കുക, നിങ്ങളുടെ കോമൺ സെൻസിൽ നിങ്ങൾക്ക് തോന്നുന്ന ന്യൂസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ജനറേറ്റ് ചെയ്യാം. എന്നാൽ തന്നെ ചില പക്ക ഒറിജിനൽ ന്യൂസ് എന്ന് തോന്നുന്നു, ചിലപ്പോൾ ഫേക്ക് ന്യൂസ് ആക്കാം. സോ ഡോണ്ട് ടെൻഡ് ടു ഷെയർ എവറിത്തിങ് ഇൻ ദ ഫസ്റ്റ് കോഴ്സ് എന്നുള്ളത് ശ്രമിക്കരുത്. പകരം അതൊരു അതിൽ നിങ്ങൾ ഉറപ്പ് വെക്കുക. റെപ്യൂട്ടഡ് ന്യൂസ് പേപ്പേഴ്സ് ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഫേക്ക് ന്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ന്യൂസ് പേപ്പർ വഴി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മാത്രം റിലേ ചെയ്യരുത്. ദാറ്റ് ഇസ് എ സ്റ്റേജ്. മെജോറിറ്റി ഓഫ് 90% ഓഫ് പീപ്പിൾ യൂസ് സോഷ്യൽ മീഡിയ അല്ലെ. ആ ഒരു സിറ്റുവേഷന് when you look at the news, the only trusted source that you can believe in 100 terms is the newspaper. Newspaper നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പറിന് ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ഓൾറൈറ്റ്, യെസ്, ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ന്യൂസ് പേപ്പർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി ക്രാക്ക് ചെയ്യാം. സോ ഐ ഹാവ് ഗിവൻ ഹിയർ 4 ടോപ്പിക്സ് അല്ലെങ്കിൽ 4 ഐഡിയാസ് എന്തുകൊണ്ട് പേപ്പർ വായിക്കണം. വൈ ഷുഡ് വി റീഡ് എ ന്യൂസ് പേപ്പർ എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഇത്രയും ഡിഫൈൻ ചെയ്തു അല്ലെ. അബൌട്ട് ദ നോളജ്, ദ വാല്യൂ അഡീഷൻ, അബൌട്ട് ഇൻക്രീസിങ് ദ വൊക്കാബുലറി, റൈറ്റിംഗ്, റീഡിംഗ് സ്കിൽസ്, ഇതെല്ലാം പറഞ്ഞു. ഇനി ഏറ്റവും വലിയ ആൾക്കാർക്ക് ഡൗട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യനുകൾ ഒന്നായിരിക്കും, ആൻഡ് പീപ്പിൾ ഓൾസോ ഓൾറെഡി ചോദിക്കുന്നുണ്ട്, ഏത് ന്യൂസ് പേപ്പർ ആണ് വായിക്കേണ്ടതെന്ന് എന്നുള്ളത്. സോ വിച്ച് ന്യൂസ് പേപ്പർ ടു റീഡ് ഫോർ എ ജനറൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വിച്ച് ന്യൂസ് പേപ്പർ ഓർ വിച്ച് പേപ്പർ ഷുഡ് ബി റീഡ് എന്നുള്ള ക്വസ്റ്റ്യൻ. വെദർ ഐ ഷുഡ് റീഡ് only English newspaper, whether I should read a English regional newspaper, അങ്ങനെയുള്ള പല ഡൗട്ടുകളും നിങ്ങൾക്ക് വന്നു എന്നിരിക്കും. ഏത് ന്യൂസ് പേപ്പർ വായിക്കണം? യൂഷ്വലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, 2 ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് വായിക്കാം. 2 ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ഡെയിലി ന്യൂസ് പേപ്പർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വായിക്കാം. Because English daily newspaper വായിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് we write the examination, majority of the people write the examination in English itself. പിന്നെ റീജണൽ ഭാഷകളിൽ എഴുതുന്ന ആൾക്കാരും ഉണ്ട്, മലയാളത്തിൽ എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ മലയാളം എന്ന് പറയുന്നത് 100% മലയാളം ആകണം നിർബന്ധമില്ല. പല വേർഡുകളുടെയും എന്താണ് എക്സാക്ട് മലയാളം നമുക്ക് അറിയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ മലയാളത്തിൽ എഴുതുന്നവരും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഇംഗ്ലീഷ് ഡെയിലി മസ്റ്റ് ആണ്. ആ ഇംഗ്ലീഷ് ഡെയിലി ഏത് ന്യൂസ് പേപ്പർ ആകണം എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത്, മെജോറിറ്റി ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നത് ദ ഹിന്ദു എന്ന് പറയുന്ന പേപ്പറാണ് അല്ലെ. ദ ഹിന്ദു പേപ്പർ വായിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി കുറെ ആൾക്കാർ ദ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്ന ആൾക്കാരുണ്ട്. ബോത്ത് ആർ റിയലി ഗുഡ് പേപ്പേഴ്സ്. പക്ഷെ ഇവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, വേറൊന്നുമല്ല. ചില ആൾക്കാർ പറയും നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യ വായിച്ചൂടെ, ചില ആൾക്കാർ പറയും നമുക്ക് ഡെക്കൻ ക്രോണിക്കിൾ വായിച്ചൂടെ. സം ഓഫ് ദി പീപ്പിൾ മേ സ്റ്റാൻഡ് നമുക്ക് ഫൈനാൻഷ്യൽ ടൈംസ് വായിക്കണം എന്നുള്ള ബേസിക് പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ബട്ട് വി ഓൾവേസ് റെക്കമെൻഡ് യു ദ ഹിന്ദു ബിക്കോസ് ദ ഹിന്ദു ഈസ് ആക്ച്വലി ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് advantage when you compare, when you're writing a civil service examination, reading Hindu is always a plus എന്ന് പറയുന്നതാണ്. or / the Indian Express രണ്ടും പറയാം കേട്ടോ. അപ്പം വായിക്കുന്ന അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ദ വേർഡ് ദ യൂസ്, ദ ന്യൂസ് ദ അനലൈസ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിന് 2 വശവും അവർ പറഞ്ഞു തരും. ഒരു വശം മാത്രമായിരിക്കില്ല, 2 വശവും നിങ്ങൾക്ക് കിട്ടും. സോ റെഗുലർലി പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ വൊക്കാബുലറി കൂട്ടാനാണെങ്കിലും റീഡിംഗ് സ്പീഡ് കൂട്ടാനാണെങ്കിലും, ഇപ്പം സാധാരണ ഏതൊരു എക്സാമിനേഷൻ എഴുതുന്ന ഒരാൾക്കാർക്ക് ഒരു പാസേജ് വായിക്കണമെങ്കിൽ ഒരു മിനിമം സ്പീഡ് വായിച്ച് തീർക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹിന്ദു പേപ്പർ വായിക്കുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടും. ഇനി ഈ ഇന്ത്യൻ എക്സ്പ്രസിനെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ, കേരളത്തില് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പേപ്പർ ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പേപ്പർ കിട്ടാറില്ല. പകരം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പേപ്പറാണ് കിട്ടുന്നത്. കാരണം early 1990s ദ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസും, നോർത്ത് ഇന്ത്യയിലേക്ക് ദ ഇന്ത്യൻ എക്സ്പ്രസും, നോർത്തും വെസ്റ്റ് ഇന്ത്യയിലേക്ക് ദ ഇന്ത്യൻ എക്സ്പ്രസും വന്നു. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി എല്ലാ സർക്കിളിൽ, ഈ UPSC സർക്കിളിൽ അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ സർക്കിളിൽ റെക്കമെൻഡ് ചെയ്യുന്ന ലോട്ട് ഓഫ് പീപ്പിൾ അല്ലെ,
majority of the people recommend you to read the Indian Express, and the Hindu. ഇതിൽ ഏതെങ്കിലും ഒന്ന്. So basically I will say it again. For a competitive examination, reading a newspaper എന്ന് പറയുന്നത്, you have to read an English daily newspaper. Which is English daily newspaper എന്ന് ചോദിച്ചാൽ definitely we recommend the Hindu or the Indian Express. And I'm clarifying more about the Indian Express. You won't get a print edition or a hard copy of the Indian Express in Kerala or in South India. South India കിട്ടുന്നത് only the new Indian Express ആണ്, which is not recommended. The Indian Express is available. ഈ പേപ്പർ ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. For the people who are living in North India, on the western part of India, you will definitely get the Indian Express. So ഇനിയിപ്പോ ഒരു കാര്യം, ഒരു പേപ്പർ വായിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ, അപ്പം ഞാൻ ഡെയിലി ഒരു ഇംഗ്ലീഷ് പേപ്പർ വായിച്ചു എന്ന് പറഞ്ഞു, ദിസ് ഇസ് റെക്കമെൻഡഡ്. ആൻഡ് ഇനി വേറൊരു ഫാക്ടറിനും കൂടെ പറയുന്നത്, യു ഹാവ് ടു റീഡ് എ മലയാളം പേപ്പർ ഓൾസോ, ഒരു റീജിയണൽ പേപ്പർ ഓൾസോ. റീജിയണൽ പേപ്പർ എന്തിനു വായിക്കുന്നു എന്ന് പറയണമെങ്കിൽ എനിക്ക് ഈ ഒരു ഇവന്റിനെ പറ്റി പറയണം. ദിസ് ഫോട്ടോ കൊടുത്തിരിക്കുന്നത്, ദിസ് ഇവന്റ് വാസ് കണ്ടക്ടഡ് ബൈ ദി ഫോർച്യൂണൈസ് അക്കാഡമി 2 years back. 2 years back UPSCയുടെ ചെയർമാൻ, അതായത് ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ സ്ഥലത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയായ ഒരു ബോഡിയിൽ അദ്ദേഹത്തിന്റെ അവിടുത്തെ ചെയർമാൻ, ഏറ്റവും തലവനായ ചെയർമാൻ നമ്മുടെ അക്കാഡമിയിൽ വന്നിരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞിരുന്ന കാര്യമാണ്, നിങ്ങൾ റീജിയണൽ ന്യൂസ് പേപ്പർ വായിക്കണം. അതായത് മലയാളം ന്യൂസ് പേപ്പർ, നമ്മളിവിടെ പറ്റി പറയുകയാണെങ്കിൽ മലയാളം ന്യൂസ് പേപ്പർ വായിക്കുക. എന്തിനാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, കേരളത്തിന്റെ ഇഷ്യൂസ്, കേരളത്തിനെ പറ്റിയിട്ടുള്ള ഐഡിയ, ഇതെല്ലാം കിട്ടണമെങ്കിൽ ഒരു മലയാളം ന്യൂസ് പേപ്പറും കൂടെ നിങ്ങൾക്ക് വായിക്കാം. അത് ഏത് ന്യൂസ് പേപ്പറും ആകാം. ഇപ്പം വളരെ അധികം ന്യൂസ് പേപ്പേഴ്സും, വി നോ ദാറ്റ് മനോരമ ഹാസ് ഓൾസോ ഹാസ് എ വെരി ഗുഡ് കവറേജ് ഓഫ് ദ ന്യൂസ് എന്നുള്ള കാര്യം അറിയാം. വേറെ ലോട്ട് ഓഫ് അതർ ന്യൂസ് പേപ്പേഴ്സ് ഓൾസോ. ബേസിക്കലി ഒരു ന്യൂസ് പേപ്പർ നമ്മൾ ഡെഫിനറ്റ്ലി വായിച്ചേ പറ്റുള്ളൂ, വായിക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രൈമറി നമ്മൾ എപ്പോഴും എന്താണ് പറയുന്നത്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് തന്നെയാണ്. റീജിയണൽ ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ അധികം ഒന്നും യൂഷ്വലി ആൾക്കാർ ഫോക്കസ് ചെയ്യാറില്ല. പക്ഷെ വായിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടും അഡ്വാൻറ്റേജ് തന്നെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബിക്കോസ് ഇന്റർവ്യൂ പോലെയുള്ള സ്റ്റേജുകളിൽ നിങ്ങളോട് നിങ്ങളുടെ നാടിനെ പറ്റി അവർ ചോദിക്കും. നിങ്ങളുടെ നാട്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള പ്രത്യേകതകൾ, അവിടുത്തെ പ്രോബ്ലംസ്, നാട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ഇതെല്ലാം ചോദിക്കും. ഇത് ആ സമയത്ത് പഠിച്ച് എടുത്താൽ മാത്രം പോരാ. നമ്മുടെ നാടിനെ പറ്റി നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണമെങ്കിൽ അതൊരു മലയാളം പത്രം കൂടെ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ യു ഹാവ് ടു റീഡ് എ റീജിയണൽ ന്യൂസ് പേപ്പർ. അഗൈൻ റീസെന്റ് അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം അല്ലെ. നമ്മുടെ കേരളത്തിലെ വളരെ പ്രശസ്തയായിരുന്ന ഒരു സ്റ്റാൾവേർട്ട് ലീഡർ ആയിരുന്ന ഒരു ലീഡർ അടുത്തിടയ്ക്കും അന്തരിച്ചു അല്ലെ. KR ഗൗരിയമ്മ അന്തരിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഗൗരിയമ്മ മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന തൊട്ടടുത്ത ദിവസം ഒരു ന്യൂസ് പേപ്പറിൽ there are a lot of news about her legacy, what is happening, what happened during her period, what was her contribution to Kerala എന്നുള്ളതൊക്കെ ഉള്ളു. It is a national news because she was a big stalwart leader in even the country itself അല്ലെ. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിനെ പറ്റി നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ആ ഒരു വാർത്തകൾ വായിച്ചാൽ മാത്രം കിട്ടുമായിരുന്നു. വി കൻ നോ അബൌട്ട് ദി റിഫോർമേഷൻ മൂവ്മെന്റ് അല്ലെ, വിമോചന സമരം, അതേപോലെ തന്നെ നവോത്ഥാന സമരം, പല സമരങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്, കേരള ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന ലാൻഡ് റിഫോം ബില്ലിനെ പറ്റിയിട്ട്, അതേപോലെ തന്നെ ആന്റി സൂപ്പർസ്റ്റിഷൻ ബില്ലിനെ പറ്റിയിട്ട്, ടെമ്പിൾ എൻട്രി മൂവ്മെന്റിനെ പറ്റിയിട്ട്, ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിനെ പറ്റിയിട്ട് കുറെ അധികം വാർത്തകൾ ആ ഒരു ദിവസത്തെ പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. അത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വോണ്ട് കവർ ദാറ്റ് മച്ച് ബിക്കോസ് അത് റീജിയണൽ ന്യൂസ് ആണ്. ബട്ട് സ്റ്റിൽ എന്താണ്, വളരെ സിഗ്നിഫിക്കന്റ് ന്യൂസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ കുറെ അധികം ന്യൂസുകൾ നിങ്ങൾക്ക് പല സ്ഥലത്തു നിന്നും കിട്ടാം. അതുകൊണ്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിനോടൊപ്പം തന്നെ യു ഡെഫിനറ്റ്ലി ഷുഡ് റീഡ് എ മലയാളം ന്യൂസ് പേപ്പർ. ഫുള്ളി കവർ ടു കവർ വായിക്കാൻ ഒന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഹാവ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ സ്റ്റേറ്റ് ഓർ ഇൻ യുവർ ലൊക്കാലിറ്റി എന്നുള്ളത് ബേസിക്കലി അറിഞ്ഞിരിക്കുക. വെൻ വി കമ്മിങ് ബാക്ക് ടു ദ തേർഡ് പോയിന്റ്, എന്ത് വായിക്കണം എന്നുള്ളതിന് ഒരു പ്രൈമറി എക്സാമ്പിൾ. ഇപ്പൊ ന്യൂസ് പേപ്പർ പല കാര്യങ്ങളും ഉണ്ടാവും. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്
you have in a particular newspaper. Political issues കാണാം, പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിലുള്ള ഫൈറ്റിങ്സിനെ പറ്റി കാണാം. ഇത് ഒരു സിവിൽ സർവീസസ് എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സിവിൽ സർവീസ് എക്സാമിനേഷന് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് അല്ല ഈ ഫാക്ടേഴ്സ് ഒന്നും. ഇനി എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കണം, ന്യൂസ് പേപ്പറിൽ നിന്ന് എന്ത് വായിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിനെ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആണെന്നുണ്ടെങ്കിൽ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആണെങ്കിൽ നമുക്ക് പല കാറ്റഗറി ആയിട്ട് പറയാം. അപ്പം ആദ്യ സമയത്ത് സ്കൂളിൽ പഠിക്കുന്നവരോ കോളേജിൽ പഠിക്കുന്നവരോ, ഇനീഷ്യൽ കോളേജിൽ ജോയിൻ ചെയ്തേക്കുന്നവരോ ആണെങ്കിൽ നിങ്ങളാണ് ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ വിചാരിക്കുക, നിങ്ങൾക്ക് എന്താണോ ന്യൂസ് പേപ്പറിൽ വായിക്കാൻ ഇഷ്ടം തോന്നുന്നത് അത് വായിക്കുക. എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ റീഡിങ് ഹാബിറ്റും ആ ഒരു നിങ്ങളുടെ നോളജ്, ഓവറോൾ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡെഫിനറ്റ്ലി നോക്കേണ്ടത്. സോ ഇപ്പൊ സ്പോർട്സ് വായിക്കാൻ ഇഷ്ടമുള്ള ഒത്തിരി അധികം ആൾക്കാർ കാണും. ഇപ്പൊ സ്പോർട്സ് വായിക്കരുതെന്ന് പറയുന്നില്ല, സ്പോർട്സ് വായിക്കണം. ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം സ്പോർട്സ് ആയിരിക്കുമെങ്കിൽ അത് വായിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു ഈ വർഷം എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ കോളേജിലായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസോ ആണെങ്കിൽ കുറച്ചുകൂടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് വായിക്കണം. ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. അല്ലാത്ത പക്ഷം every single person should actually read അക്കോർഡിംഗ് ടു ദംസെൽസ്. ഇഷ്ടമുള്ള വാർത്തകൾ വായിക്കുക, നല്ല വാർത്തകൾ വായിക്കുക, പോസിറ്റീവ് ന്യൂസ് ഒക്കെ നിങ്ങൾ പിക്ക് ചെയ്ത് പ്രത്യേകിച്ച് വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ വാട്ട് ടു റീഡിനകത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു വരുന്നത് യെസ്റ്റർഡേസ് ന്യൂസ് പേപ്പർ. ഇൻ യെസ്റ്റർഡേസ് ഹിന്ദു ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജിൽ there is a news on the left side of the screen. There is a news about, just like I said before, Israel and Palestine. അല്ലെ, clashes triggers fear of a full scale war എന്നുള്ളത് കണ്ടിട്ടുണ്ട്. വാർത്ത വായിച്ചിട്ടുള്ളവർക്ക് ഈ ന്യൂസ് കണ്ടിട്ടുണ്ട്. അകത്തോട്ടുള്ള പേജുകൾ, ഇൻസൈഡ് പേജസ് ഓൾസോ ഹാവ് മെൻഷൻഡ് അബൌട്ട് ദി ഇസ്രായേൽ പാലസ്റ്റീൻ ഇഷ്യൂസ്. UPSC എക്സാമിനേഷന് അവർ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം, പ്രിലിംസിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രോബബ്ലി എവിടെയാണ് ഇസ്രായേൽ, എവിടെയാണ് പാലസ്റ്റീൻ എന്നുള്ളത് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഈ ന്യൂസ് കാണുമ്പോഴേ സാധാരണ ആര് വായിക്കുന്ന ഒരാളാണെങ്കിലും ആദ്യം രണ്ട് രാജ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഈ രണ്ട് രാജ്യങ്ങൾ എവിടെയാണ് എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആ രണ്ട് രാജ്യങ്ങൾ എവിടെയാണ് എന്ന് പോയി നോക്കണം. ഞാൻ നോക്കുമ്പോൾ എന്താണ്, നമുക്കൊരു സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിരിക്കുക, നമ്മുടെ കയ്യിലുള്ള അറ്റ്ലസോ മാപ്പോ എന്തെങ്കിലുമൊക്കെ കാണും അല്ലെ, അതിനകത്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നോക്കാം ഇസ്രായേൽ എവിടെയാണ്, പാലസ്റ്റീൻ എവിടെയാണ് എന്ന് നോക്കുക. അപ്പം തൊട്ടടുത്ത ബേസിക്കലി വാർത്തകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇസ്രായേൽ പാലസ്റ്റീൻ എവിടെയാണെന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമുക്ക് റൈറ്റ് സൈഡിലെ ഇമേജിലേക്ക് നോക്കാം. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ എവിടെയാണ്, പാലസ്റ്റീൻ എന്താണ്, അതിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ എന്താണ്. അവിടെ ഒരു കടലുണ്ട്, ഒരു സീ ഉണ്ട്, ഒരു മെഡിറ്ററേനിയൻ സീ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, ജോർദാൻ ഉണ്ട്, അവിടെ ലെബനോൻ ഉണ്ട്, സിറിയ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി ആൾക്കാർ അവിടെ സ്ഥലത്തുണ്ട്. അപ്പൊ ഇത് എവിടെയാണെന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. UPSC സിവിൽ സർവീസസ് എക്സാമിനേഷന്റെ പ്രിലിംസിനും ഈ ഐഡിയ മതി, പക്ഷെ ഈ ഐഡിയ വേണം. അപ്പൊ അവർ ചോദിക്കാൻ പോകുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് ഇസ്രായേൽ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ ജോർദന്റെ അടുത്തുള്ള സീ ഏതെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കാൻ മെഡിറ്ററേനിയൻ സീ. ഇപ്പം ഡയറക്ട് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ചിലപ്പം ചോദിച്ചെന്നിരിക്കും. ഇനി ഞാൻ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞ മെയിൻ സ്റ്റേജിലാണെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചോദിക്കാം, വാട്ട് ഈസ് ദ പ്രോബ്ലം റിഗാർഡിംഗ് ദ ഇസ്രായേൽ പാലസ്റ്റീൻ ഇഷ്യൂസ് ആൻഡ് വാട്ട് ഇസ് ദ റോൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചോദിക്കാം. അപ്പൊ അതൊക്കെ നോക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് റെഗുലർലി പേപ്പർ വായിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് കുറെ ഫാക്ചർ അതിനകത്ത് നമുക്ക് കിട്ടിയെന്ന് വരും. സോ രണ്ട് രീതിയിൽ ചോദിക്കാം. ജസ്റ്റ് നമുക്കൊരു ഐഡിയ ഉണ്ട്, ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുക. ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അവിടെ എന്നുള്ള ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുക. ഇന്ത്യ, ഇസ്രായേൽ എവിടെയാണ്, പാലസ്റ്റീൻ എവിടെയാണ്, എന്താണ് അവരുടെ റെഗുലർ പ്രോബ്ലംസ് എന്നുള്ളതിനൊരു ഒരു ഐഡിയ നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ പറയാൻ പറ്റുന്നെന്ന് പറയാം. ഓക്കെ, യെസ്. ലാസ്റ്റ് പോയിന്റ് പറയാണ്, എപ്പോൾ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റീഡിങ്. ഞാൻ പറഞ്ഞു, വായന ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത, ന്യൂസ് പേപ്പേഴ്സ് ഇതുവരെ വായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നാളെ തൊട്ട് വായിക്കാൻ തുടങ്ങാം. അതിൻ്റെ ഒരു സമയവും മുഹൂർത്തം ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് റീഡിങ്. ആദ്യ സമയത്തൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വായിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ യു ഹാവ് ടു കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ്. ഇഫ് യുവർ ഇന്റൻഷൻ, ഇഫ് യുവർ അൾട്ടിമേറ്റ് ഐഡിയ ഈസ് ഫോർ ടു ക്രാക്ക് ദി സിവിൽ സർവീസസ് എക്സാമിനേഷൻ, start reading paper, start cultivating the habit of reading the newspapers. അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടു, സിഗ്നിഫിക്കൻസ് കണ്ടു, സിവിൽ സർവീസ് എക്സാമിനേഷന് എങ്ങനെ വരാമെന്നുള്ള ഒരു ഐഡിയ കണ്ടു. അത് ഇനി എപ്പോൾ തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, യു കൻ ഡെഫിനറ്റ്ലി
say that അതിനൊരു പെർട്ടിക്കുലർ സമയമൊന്നുമില്ല. യു കെൻ സ്റ്റാർട്ട് റീഡിംഗ് ദ പേപ്പർ. ഞാൻ പറഞ്ഞു സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും കോളേജിന്റെ ആദ്യ സമയത്തുള്ള ആൾക്കാരുണ്ടെങ്കിലും യു കെൻ ഡെഫിനറ്റ്ലി റീഡ് ദ ന്യൂസ് പേപ്പർ ഓഫ് യുവർ ഓൺ. ഇഷ്ടമുള്ള ന്യൂസ് വായിക്കുക, ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യുക. ദെൻ വി വിൽ സ്ലോലി, നിങ്ങളുടെ സമയം അനുസരിച്ച് നമ്മൾ സ്ലോലി നിങ്ങൾക്ക് ഐഡിയ നമുക്ക് കിട്ടും എന്തിനാണ് ഈ ന്യൂസ് പേപ്പർ വായിക്കുന്നതിനെ പറ്റിയിട്ടും അതേപോലെ സിലബസിൽ ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ വായിക്കാം എന്നുള്ളത്. ഞാനിപ്പോ ഒരു ഇസ്രായേൽ പാലസ്തീന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെ വായിക്കാൻ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് നമുക്കൊരു സ്റ്റോറി പറഞ്ഞു എൻഡ് ചെയ്യിപ്പിച്ചേക്കാം. വേറെ ഒന്നുമല്ല, ദർ ഇസ് സംതിങ് കോൾഡ് 21 day myth. 21 day myth എന്ന് പറയുന്നതിനെ പറ്റി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം 1970 കഴിഞ്ഞതിന് ശേഷമൊക്കെ അതിനു മുമ്പൊക്കെ ഒരു വളരെ ഫേമസ് ആയിട്ടിരുന്ന ഒരു പ്ലാസ്റ്റിക് സർജൻ ഉണ്ടായിരുന്നു അമേരിക്കയിൽ. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഡോക്ടർ മാക്സ്വെൽ മോൾസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സോ ഹി വാസ് എ വെൽ നോൺ പ്ലാസ്റ്റിക് സർജൻ ഇൻ US. He began to notice a certain trend. എന്താ ട്രെൻഡ് നോട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ കീഴിൽ വന്നിരുന്ന പേഷ്യൻസ് അല്ലെ, പ്ലാസ്റ്റിക് സർജൻ ആണ് അല്ലെ, പ്ലാസ്റ്റിക് സർജൻ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നവർക്ക് നോസ് സർജറി ചെയ്യും, അല്ലെങ്കിൽ മൂക്ക് മാറ്റി വെക്കുന്ന നോസ് മാറ്റി വെക്കുന്ന സർജറീസ് ചെയ്യും, ഫേസ് റിവാമ്പ് ചെയ്യുന്ന സർജറീസ് ചെയ്യും, പല സർജറീസ് ചെയ്യും, ആർട്ടിഫിഷ്യൽ ലിംസ് വെക്കുന്ന സർജറി ചെയ്യും. അപ്പം അദ്ദേഹം നോട്ട് ചെയ്തൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു. എല്ലാവർക്കും അവരുടെ ഒരു പുതിയ രൂപം കാണുമ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവർക്കത് ശീലമായി മാറിയത് 21ാമത്തെ ദിവസമൊക്കെ ഒരു മിനിമം 21 ദിവസമെങ്കിലും എടുത്തു ഒരാൾക്ക് ഒരു പുതിയ കാര്യം ഒരു ശീലമാകാൻ വേണ്ടിയിട്ട്. സോ ഹി റോട്ട് എ ബുക്ക് ബാക്ക് ഇൻ 1980s called which says about a 21 day myth. 21 day not 21 day myth, 21 days, 21 day habit എന്ന് പറഞ്ഞൊരു കാര്യം അദ്ദേഹം റിലീസ് ചെയ്തു. അപ്പൊ അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് ഇറ്റ് ടേക്സ് എ മിനിമം ഓഫ് 21 days ടു ഡെവലപ്പ് എ പർട്ടിക്കുലർ ഹാബിറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹത്തിനെ പല ആൾക്കാരും മിസ്കോട്ട് ചെയ്തു. പല ആൾക്കാർ പറഞ്ഞു ഈ ഒരു ബുക്ക് വളരെയധികം ഹിറ്റ് ചെയ്തു, ലൈക്ക് 30 മില്യൺ കോപ്പികൾ വിറ്റഴിഞ്ഞു പോയ ഈ ബുക്ക് പിൽക്കാലത്ത് ആൾക്കാർ മിസ്കോട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു 21 ദിവസം മതി ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മിനിമം 21 ദിവസമെങ്കിലും വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആൾക്കാർ സൗകര്യപൂർവ്വം മിനിമം അങ്ങ് എടുത്തു മാറ്റി 21 ദിവസം മതി ഒരു സ്വഭാവം ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ പിന്നീട് ആൾക്കാർ പറഞ്ഞു അത് 21 ദിവസം ഒന്നും പോരാ, നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ആയാലേ നമുക്കൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ എനിക്ക് ഇവിടെ നിങ്ങളോടും പറയാനുള്ള ഇതാണ്, നിങ്ങൾ ഈ തിയറിയോ മിത്തോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പേപ്പർ വായിക്കാൻ തുടങ്ങണമെങ്കിൽ അതിനൊരു രാഹുകാലോ ശുഭകാലോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് റീഡിങ് ദ ന്യൂസ് പേപ്പർ, എൻജോയ് റീഡിങ് ന്യൂസ് പേപ്പർ. ചില ആൾക്കാർ സ്പോർട്സ് ആയിരിക്കും നോക്കുന്നത്, ചില ആൾക്കാർ സിനിമ ആയിരിക്കും നോക്കുന്നത്, അതുമെല്ലാം വായനയാണ്. പക്ഷെ പയ്യെ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും നമുക്ക് അറിയണം. അതിനു വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഒരു എഫേർട്ട് എടുത്ത് നമുക്ക് ചെയ്യണം എന്നുള്ളത് ഓർക്കുക. സോ ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ഷുഡ് ലിസൺ, യു ഷുഡ് നോ അബൌട്ട് ദ വേൾഡ് റാദർ ദാൻ നിങ്ങളുടെ മൊബൈൽ ഫോൺസിലോ സ്ക്രീൻസിലോ മാത്രം കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് നടക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കാരണം ഇറ്റ് വോണ്ട് ഹെൽപ്പ് യു അല്ലേ. നമ്മൾ പറഞ്ഞ നിങ്ങൾ തന്നെ മെജോറിറ്റി ആൾക്കാർ പറഞ്ഞില്ല ഫേക്ക് ന്യൂസ് ഇസ് എ ബിഗ് പ്രോബ്ലം. എങ്ങനെ അത് ടാക്കിൾ ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം read reputed newspapers. For civil service examination, you can definitely read a national daily, in English daily, which is ideally the Hindu or the Indian Express. ഞാൻ പറഞ്ഞു the new Indian Express എന്ന് പറയുന്ന പേപ്പർ അല്ല, പകരം the Indian Express. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന പേപ്പർ അതാണ്. ബിക്കോസ് ഇതിന്റെ ക്വാളിറ്റി കൊണ്ടാണ് നമ്മൾ അതിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. മലയാളം പേപ്പർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വായിക്കാം. ഞാൻ പ്രിഫറബിളി ഏത് പേപ്പറും ഒരു പേപ്പറായിട്ട് പറയുന്നു, ബട്ട് എനി പേപ്പർ യു കൻ റീഡ്. മനോരമ is a good paper, you can read, but look at how it gives an idea about the things എന്നുള്ളത് നോക്കുക. അപ്പം ഇത്രയുള്ള ബേസിക്കലി നമുക്ക് കാണാനുള്ള. സോ ഹൊറൈസന്റെ പേരിലും മനോരമ ഹൊറൈസന്റെ പേരിലും ഫോർജുനൈസ് അക്കാഡമിയുടെ പേരിലും ഐ താങ്ക് യു. ബട്ട് ബിഫോർ ഗോയിങ് നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പാൻഡമിക് ആണ് അല്ലെ, നിങ്ങൾ തന്നെ പുറത്തിറങ്ങാതിരിക്കുക. നമുക്കറിയാം, സ്റ്റേ സേഫ്, കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഫോളോ ചെയ്യുക. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. ആൻഡ് അതും ഓർത്തിട്ട് നമുക്ക് ചെറിയൊരു Q&A സെഷനും കൂടെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഡെഫിനറ്റ്ലി ഐ വിൽ ആൻസർ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഓവർ ഹിയർ ഓൾസോ. എന്നിട്ട് നമുക്ക്
നോക്കാം. Alright, I will look at my questions. Okay, നിങ്ങൾക്ക് എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ you can also pose, right? എന്തെങ്കിലും doubt or queries ഉണ്ടെങ്കിൽ I can answer like for 10 minutes, 10-15 minutes I can answer your questions. Alright. Okay, what type of news should we give more importance to read? I think I have mentioned കുറെ സിലബസ് ഇപ്പം UPSC ഈ വർഷം എക്സാമിനേഷൻ ഈ വർഷം അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഡെഫിനറ്റ്ലി സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടി വരും. അല്ലാത്തവരാണെങ്കിൽ എൻജോയ് റീഡിങ് അത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് എന്നുള്ളത് അല്ലെ. ലോക്ക്ഡൌൺ സിറ്റുവേഷൻ ആണ്, നമുക്ക് ഒത്തിരി അധികം ടൈം നമ്മൾ വീടിനുള്ളിൽ ചെലവാക്കുന്ന സമയമാണ്. നല്ല സമയമാണ് ഒരു വായനാശീലം തുടങ്ങുക എന്നുള്ളത്. യു കെൻ സ്റ്റാർട്ട് വിത്ത് ന്യൂസ് പേപ്പർ ഇറ്റ്സെൽഫ്. ഓക്കെ, യെസ്, ഫേക്ക് ന്യൂസിനെ പറ്റിയൊക്കെ ആൾക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ. ഓക്കെ, ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നുണ്ടെന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. വിച്ച് ഇസ് ഗുഡ്, ഫൈൻ. കുറെ ജനറൽ ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് നോട്ട്സ് ഉണ്ടാക്കണോ എന്നുള്ളതാണ്. വിച്ച് ആർ ദ നോട്ട്സ്, വാട്ട് കൈൻഡ് ഓഫ് നോട്ട്സ് വി നീഡ് ടു പ്രിപ്പയർ ഫ്രം ന്യൂസ് പേപ്പർ. people who are going to write the examination in this year or in next year മാത്രം ഒരു ഐഡിയ വെച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കിയാൽ മാത്രം മതി. അതിന് മുമ്പേ നോട്ട്സ് ഒന്നും ഉണ്ടാക്കി ടൈം കളയേണ്ട ആവശ്യമില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ അത് നിങ്ങളൊന്ന് പഠിച്ചു വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിളിന്റെ സമ്മറി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ആർട്ടിക്കിളിന്റെ 75% എഴുതി വെക്കും അല്ലെ. അതുകൊണ്ട് ന്യൂസ് പേപ്പർ വായിച്ചൊരു ശീലമാക്കിയതിനു ശേഷം മാത്രമേ നോട്ട്സ് ഒക്കെ എഴുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കുകൾ മാത്രമായിരിക്കും അല്ലെ. 30 ദിവസം പത്രം അനുസരിച്ച് 10 നോട്ട്ബുക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അത് പാടില്ല. പകരം ആവശ്യമുള്ള പോയിന്റ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? അത് നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും. അതുകൊണ്ട് ഇപ്പോഴേ നോട്ട് എഴുതി തുടങ്ങണ്ട. അത്യാവശ്യം ഈ വർഷം എക്സാം ഒക്കെ എഴുതുന്നവർക്ക് മാത്രം ഒക്കെ എഴുതി തുടങ്ങിയാൽ. ഓക്കെ, വേറെ എന്തൊക്കെ ഡൗട്ട് ഉള്ളത്? യാ, യു കെൻ പോസ് ക്വസ്റ്റ്യൻസ്. ഓൾറൈറ്റ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഹൗ ക്യാൻ ബി ഓർഗനൈസ് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ്, PDF or പേപ്പർ ക്ലിപ്സ്? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ചില ആൾക്കാർ ഒരു കയ്യിൽ ന്യൂസ് പേപ്പർ വായിക്കും. ദർ ആർ പീപ്പിൾ വിൽ ബി ഔട്ട്സൈഡ് ഫ്രം ദ സ്റ്റേറ്റ് അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അല്ലാത്ത ആൾക്കാർ, മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുറത്തുള്ള ആൾ. അപ്പൊ നമ്മുടെ റീജിയണൽ ന്യൂസ് പേപ്പർ ആണെങ്കിലോ അവർക്ക് പ്രിന്റ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദു ആണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിലും മനോരമയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യാം. അത് നിങ്ങൾക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ക്ലിപ്പ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് PDF ആയിട്ടോ ഇമേജ് ആയിട്ടോ ഒക്കെ സേവ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത കണ്ടു, നിങ്ങൾക്ക് വായിക്കണം തോന്നി, ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു, സേവ് ചെയ്ത് വെക്കുക. പക്ഷെ അത് വായിച്ചിട്ടേ സേവ് ചെയ്യാവുള്ളൂ. കാരണം ഉണ്ടല്ലോ, സേവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവസാനം ഹോൾഡർ നിറയും, പക്ഷെ നമ്മൾ വായിക്കില്ല. പിന്നെ വായിക്കാം എന്ന് വിചാരിക്കും, പക്ഷെ അത് നടക്കില്ല. അതങ്ങനെ ചെയ്യരുത്. വായിക്കുക, ഇഷ്ടപ്പെട്ടത് സേവ് ചെയ്ത് വെക്കുക. യെസ്, ഇമ്പോർട്ടന്റ് വാട്ട് ഇസ് ഇമ്പോർട്ടന്റ് എഡിറ്റോറിയൽസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ജനറലി ആൾക്കാർ ആദ്യമേ സെൻട്രൽ പേജ് എഡിറ്റോറിയൽസ് ഒക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. കാരണം ഇത്രയും വലിയ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് എന്നൊക്കെ തോന്നും. പക്ഷെ ഇതിന്റെ ഇരട്ടി വലിപ്പമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ നമ്മൾ ചുമ്മാ പെട്ടെന്ന് വായിച്ചു തീർക്കുന്നതെന്നൊന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ എഡിറ്റോറിയൽസിനെ കുറ്റപ്പെടുത്താൻ. എഡിറ്റോറിയൽസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പർട്ടിക്കുലർ ഇതിനെ സംബന്ധിച്ച്. എഡിറ്റോറിയൽസ് വിൽ ഗിവ് യു എ വെരി ഗുഡ് ഐഡിയ അബൌട്ട് അഗൈൻ വാട്ട് ഈസ് ഹാപ്പനിങ്. എഡിറ്റോറിയൽ പേജ് എന്റെ ഓപ്പൺ പേജും കമന്റ് പേജും ഒരു സെൻട്രലുള്ള 2 വലിയ പേജും, അതിലാണ് നിങ്ങൾക്ക് നല്ല അനാലിസിസ് കിട്ടുന്നത്, ന്യൂസ് അനാലിസിസ് കിട്ടുന്നത്. അപ്പൊ അത് വായിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. അത് സിവിൽ സർവീസ് എക്സാമിനേഷനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് തന്നെയാണ്. Alright. Is it okay to spend around 2 hours on the newspaper daily? No problem at all. If you are even if you are preparing for civil service this year, 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് ഗുഡ്, ഫൈൻ. How to read editorial sessions effectively? ഹിന്ദുവിലുള്ള റീജിയണൽ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എഡിറ്റോറിയൽ സെഷൻ എഫക്റ്റീവ്ലി വായിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, ജനറൽ എഡിറ്റോറിയൽ സെഷൻസ് കാണുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു കറന്റ് റിലവൻസ് ഉള്ള ന്യൂസിനെ ഐറ്റത്തിനെ പറ്റിയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇസ്രായേൽ പാലസ്തീനെ പറ്റിയിട്ടുള്ള ന്യൂസ് ഉണ്ടാവും, നമ്മുടെ വാക്സിനേഷന്റെ പ്രോബ്ലത്തിനെ പറ്റിയിട്ടുള്ള ന്യൂസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം രണ്ട് സൈഡ്. ഇപ്പൊ വാക്സിനേഷൻ പ്രോബ്ലത്തിനെ പറ്റി ജനറൽ ആയിട്ട്
നമുക്ക് കുറെ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഈ എഡിറ്റോറിയലിൽ നിന്ന് കിട്ടാം. അപ്പം ജസ്റ്റ് വായിച്ചിട്ട് റെലവെന്റ് പോയിന്റ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് അതിന് നമുക്കൊരു കോഴ്സ് കറക്ഷൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജോയിൻ ചെയ്യുവാണെങ്കിൽ, ഫോർച്യൂണിന്റെ എക്സാമ്പിൾ എനിക്ക് പറയുകയാണെങ്കിൽ, അക്കാഡമിയിൽ നമുക്ക് കിട്ടുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് സെക്ഷൻസ് അല്ലെ. നിങ്ങളൊരു ഫുൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ഇന്നത്തെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വാർത്തകൾ. അപ്പം അത് തന്നെത്താനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോയിന്റ് അത് ആദ്യം ഭയങ്കര ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടായിരിക്കും പോയിന്റ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്. ഒട്ടും ഇമ്പോർട്ടന്റ് അല്ലാത്ത പോയിന്റ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഡെവലപ്പ് ആയി വരുന്ന ഒരു കാര്യമാണ്. പ്ലസ് ഡെഫിനറ്റ്ലി സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ജേർണിയിൽ ഒത്തിരി പേർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. ആ വഴി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഹിന്ദുവിലുള്ള റീജിയണൽ ന്യൂസ് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ യെസ്, റീജിയണൽ ന്യൂസിന്റെ ഇംഗ്ലീഷ് വേർഷൻസ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ദോസ് പീപ്പിൾ ഹു ആർ ലിവിംഗ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ് ട്രിവാൻഡ്രം, റീസൺലി ഒരു റീജിയണൽ ഇമ്പോർട്ടന്റ് ന്യൂസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ പെയ്യുമ്പോൾ എന്താണ് ഇവിടെ വെള്ളം കിട്ടുന്നു. സോ ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ദ ഡ്രെയിനേജ് സിസ്റ്റം ആൻഡ് ദ വാട്ടർ ലോഗിങ് ഇൻ സിറ്റി. അപ്പം അവർ ചോദിക്കാം, ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാവുന്ന ഒരു നല്ലൊരു പോസിബിൾ ക്വസ്റ്റൻ ആണ്. സോ വാട്ട് ഇസ് ദ മെയിൻ പ്രോബ്ലം യുവർ സിറ്റി ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം അതാണ്. പക്ഷെ അത് പറഞ്ഞ ഉടനെ അവർ ചോദിക്കും എന്റെ സൊല്യൂഷൻ, നിങ്ങളുടെ ഐഡിയയിൽ എന്താണ് സൊല്യൂഷൻ എന്നും കൂടെ ചോദിക്കും. അപ്പൊ അതും കൂടെ നമുക്ക് പയ്യെ എന്താണ് പല ന്യൂസിൽ നിന്ന്, പല റീജിയണൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ എൻക്രോച്ച്മെന്റ് ഉണ്ട്, പ്രോബ്ലങ്ങളുണ്ട്, ക്ലീൻ ചെയ്യാത്ത ഡ്രെയിനേജ് സിസ്റ്റംസ് ഉണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ വരും. ആ പോയിന്റുകളൊക്കെ നിങ്ങൾക്കും ഒരു ഐഡിയ തരും. സോ വായിച്ചു പോകാം എന്നുള്ളത് തെറ്റൊന്നുമില്ല. യെസ്, ഫേക്ക് ന്യൂസ്, പെയ്ഡ് ന്യൂസ്, ട്രൂ ന്യൂസ്. യെസ്, ഫേക്ക് ന്യൂസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് ചോദിച്ചാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ് ഡെഫിനറ്റ്ലി ഫേക്ക് ന്യൂസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ബട്ട് ഞാൻ പറഞ്ഞു, എവ്രി വൺ ഡു ഹാവ് എ മിനിമം സെറ്റ് ഓഫ് ഐഡിയ അല്ലെ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. അപ്പം എല്ലാ കാര്യത്തിനും ഒരു സയന്റിഫിക് ബേസിസ് ഉണ്ടോ, എല്ലാ കാര്യങ്ങൾക്കും ഒരു റാഷണൽ ഐഡിയ തന്നെയാണോ അത് പ്രൊമോട്ട് ചെയ്യുന്നത്, സയന്റിഫിക് ബേസിസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് നമുക്ക് അറിയാം ആ ന്യൂസ് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത്. അതെ പറയാം, ഡോണ്ട് ജംപ് ഇൻ ടു ദ ന്യൂസ് ആൻഡ് ഷെയർ. അത് ചെയ്യരുത്. വെയിറ്റ് ഫോർ മിനിറ്റ്, മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും വായിക്കുമ്പോൾ തന്നെ അതെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നുള്ള ഡൗട്ട് തോന്നും. ഡെഫിനറ്റ്ലി ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിൻക്റ്റ്, ഇറ്റ് വിൽ ബി എ ഫേക്ക് ന്യൂസ്. അതായിരിക്കും അതിന്റെ കാര്യം. യെസ്, ഹൗ ടു പ്രിപ്പയർ നോട്ട്സ് ഞാൻ പറഞ്ഞു. I usually read papers both Malayalam and English. So should I try to remember the name of the place, person, or important event? Not big. എല്ലാ പേഴ്സന്റെ ആൾക്കാരുടെ പേരും ഇമ്പോർട്ടൻസ് ഇവന്റും ഒന്നും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷേ റെലവെന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടർ ഉണ്ട്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ലേറ്റ് KR ഗൗരിയമ്മയുടെ അവർ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയിട്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം ഒരു മലയാളി എന്ന നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഷി വാസ് നോൺ ആസ് എ സ്റ്റാൾവേർട്ട് ലീഡർ എന്നുള്ളതിനെ പറ്റിയിട്ടും. അപ്പൊ ആ ഒരു അതുകൊണ്ടാണ് അതിനെപ്പറ്റി അറിയാം. അപ്പൊ യു ഡോണ്ട് നീഡ് ടു ലേൺ അബൌട്ട് എവറി സിംഗിൾ നെയിം ഓഫ് ദ പ്ലേസ്, നെയിം ഓഫ് ദ പേഴ്സൺ, നെയിം ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ പേഴ്സൺ. അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളില്ല. ബട്ട് ആസ് എ മലയാളി വി നീഡ് ടു നോ അബൌട്ട് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഗിവ്സ് us a lot of insights in the history. കേരള ഹിസ്റ്ററിയെ പറ്റി തന്നെ നമുക്ക് കുറെ ഐഡിയ ഒക്കെ കിട്ടും. ഓൾറൈറ്റ്, ന്യൂസ് പേപ്പർ റീഡറാണ്, കാര്യങ്ങളൊക്കെ മറന്നു പോകും എന്ന് പറയുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി നമുക്ക് വായിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം ഇപ്പം നടക്കുന്ന സെയിം പ്രശ്നം 10 months കഴിഞ്ഞ് പിന്നെയും ഉണ്ടാകാം അല്ലെ. അപ്പൊ വാക്സിനേഷന്റെ പ്രോബ്ലം ഈ 10 മാസം കൊണ്ട് നമുക്ക് പിന്നെയും വരാൻ പോകുന്ന പ്രോബ്ലമാണ്. എന്തായിരുന്നു വാക്സിനേഷൻ പ്രോബ്ലംസ്, എന്താണ് വാക്സിനേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലംസ്, വാക്സിൻ ഹെസിറ്റൻസി പ്രോബ്ലംസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കലി കാണുന്നതൊക്കെയാണ്. അപ്പം ബേസിക് അത് ഓർത്ത് പറയേണ്ട ആവശ്യമില്ല. മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീടും അതേ ന്യൂസുകളൊക്കെ റീകളക്ട് ചെയ്ത് വരും. റെഗുലർലി പേപ്പർ വായിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഓൾറൈറ്റ്, ഓക്കെ. ഈസ് റീഡിംഗ് എഡിറ്റർ സെഷൻ ഇനഫ് ഫോർ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ? എഡിറ്റോറിയൽ സെഷൻ മാത്രം പോരാ, you have to read other parts also, which means general idea. പക്ഷെ എഡിറ്റോറിയൽ ആ ഓപ്പൺ എൻഡ് സെക്ഷൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നവരുണ്ട്, ചേഞ്ച് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. സി, ക്വാളിറ്റി ഓഫ് ദ പേപ്പർ ഇസ് ഓൾവേസ് ഗുഡ്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് യു ഡെഫിനറ്റ്ലി ഹിന്ദു വായിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ബിക്കോസ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ് ഓറിയന്റേഷൻ എങ്കിൽ വി വിൽ റെക്കമെൻഡ് ദി ഹിന്ദു.
ഒരു മിസ്കോട്ട് എന്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ബുക്കിന്റെ പേര് പറഞ്ഞില്ലേ, മാൽക്കം മാൾസിന്റെ ബുക്ക് എന്ന് പറഞ്ഞില്ലേ. ബുക്കിന്റെ പേര് 21 Days എന്നല്ല, ബുക്കിന്റെ പേര് സൈക്കോളജി സൈബർനെറ്റിക്സ് എന്ന് പറഞ്ഞ വലിയൊരു പേരാണ്. പക്ഷെ ബുക്കിന്റെ പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നു 21 Magic Days എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. പ്രിലിംസ് ക്വസ്റ്റ്യൻസ്, ന്യൂസ് പേപ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? യെസ്, പ്രിലിംസിൽ ന്യൂസ് പേപ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ന്യൂസ് പേപ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതിനുള്ള സിഗ്നിഫിക്കൻസ് കാണാം. ഇപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയതേ ഉണ്ടാകുള്ളൂ ഇസ്രായേൽ പാലസ്തീൻ. പ്രിലിംസിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പ്രോബബ്ലി എവിടെയാണ് ഇസ്രായേൽ പാലസ്തീൻ, അല്ലെങ്കിൽ പാലസ്തീനെ ഇസ്രായേലിന് ചുറ്റുമുള്ള കൺട്രീസ്, നെയ്ബറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട മെഡിറ്ററേനിയൻ സീക്ക് ചുറ്റുമുള്ള കൺട്രീസ് ഏതൊക്കെയാണ്, അങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാം. So, beginner എത്ര നേരം ന്യൂസ് പേപ്പർ വായിക്കാം ചോദിക്കുന്ന, how much time? See, if you are a beginner, it will take time to read the newspaper. Don't worry about it. As I said, if you are a student, school student, or if you are a initial first year, second year college student, can take time to read the newspaper, because എങ്ങനെ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാരെ. ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരേ ഒരു ഐഡിയ ഉള്ളൂ, നമ്മൾ റെഗുലർലി വായിക്കുക. യു പ്രാക്ടീസ് എ തിങ് റെഗുലർലി, ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ് എന്നുള്ളത് ആലോചിച്ചാണ്. യെസ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബാങ്കിങ് എക്സാമിനേഷൻസ് കുറച്ച് 2-3 പേര് ചോദിക്കുന്നുണ്ട്. ബാങ്കിങ് എക്സാമിനേഷൻ ഇൻ ജനറൽ ചോദിക്കുകയാണെങ്കിൽ കുറെ ഇക്കണോമിക്സ്, ബാങ്ക് റിലേറ്റഡ് ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. there will be economic section in the newspapers. അപ്പൊ അതുമായിട്ട് ഇപ്പം എപ്പോഴും കേൾക്കുന്ന ഇതാണ് RBI റിപ്പോ നിരക്ക് കുറച്ചു എന്നൊക്കെ കേൾക്കാം അല്ലെ, വാർത്തകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പൊ എന്താണ് RBIയുടെ ഫംഗ്ഷൻ, എന്താണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്ന ഈ റിപ്പോ നിരക്ക് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ നമുക്ക് ജനറലി വേണം. അത് എക്സ്ക്ലൂസീവ്ലി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും, നമുക്ക് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പഠിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഡോണ്ട് വറി ടു മച്ച് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, റീഡിങ് പൊളിറ്റിക്കൽ ന്യൂസ് എസെൻഷ്യൽ ആണോ? നോട്ട് ഫോർ സിവിൽ സർവീസ് എസെൻഷ്യൽ അല്ല. ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റീഡ്, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? Yes, I think that's it. What to do with information overload? Yes, that's a good question. Information overload നമുക്ക് കുറച്ച് കുറയ്ക്കാമെങ്കിൽ നമുക്ക് അത്ര നല്ലതായിരിക്കും. So take in little less information, take in good information. അതുവഴി നിങ്ങൾക്ക് മിനിമം ഇൻഫർമേഷൻ ഓവർലോഡ് മിനിമൈസ് ചെയ്യുകയും ചെയ്യാം, ഫേക്ക് ന്യൂസ് കുറയ്ക്കുകയും ചെയ്യും. I hope it was an interesting session. Yes, that's it. Thank you. താങ്ക് യു സർ. തീർച്ചയായിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു, വളരെ എൻജോയബിൾ സെഷൻ ആയിരുന്നു. എങ്ങനെ പത്രം വായിക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കൃത്യമായ ഒരു അവബോധം നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു സെഷനിലൂടെ ലഭിച്ചു. സർ, മലയാള മനോരമയുടെ ഈ ഒരു സെഷനിൽ വരികയും നമ്മളോട് ഇത്രയധികം സംവദിക്കുകയും ചെയ്ത സാറിന്, അച്യുത് സാറിന് മലയാള മനോരമയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു വായനയുടെ, ഒരു വിജ്ഞാനത്തിന്റെ ഒരു ലോകത്തിലേക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉന്നതമായ ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ, ആൻഡ് താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെഷൻ. ആൻഡ് പ്ലീസ് share your feedback and reviews about our session in support@manoramahorizon.com. Thank you all.